Hello friends, welcome to my YouTube channel Haru and Tanu. Pressure cooker എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ മട്ടൻ കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചോറിനും ചപ്പാത്തിക്കും ആപ്പത്തിനും ഒക്കെ പറ്റിയ സിമ്പിൾ മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കാം. മട്ടൻ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല ഒന്ന് പൊടിച്ച് എടുക്കണം. ഇതിനായിട്ട് 4 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി. മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസാല ഒന്ന് വറുത്തതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെയും നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഈ മസാല എല്ലാം കൂടി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, അതായത് എണ്ണ ചേർക്കാതെ ഇതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് മസാല റോസ്റ്റ് ചെയ്തെടുക്കാം. മസാല മൂത്തിട്ട് നല്ലൊരു വാസന വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല ഒരു മിക്സിയിലേക്ക് മാറ്റാം. മസാല കൂട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ലൊരു വാസനയുള്ള ഒരു മസാലയാണ്. നമ്മുടെ മട്ടൻ കറിയിലേക്ക് ഇത് ചേർക്കുമ്പോൾ നമ്മുടെ മട്ടൻ കറിക്ക് നല്ലൊരു വാസന വരും. നമ്മളിന്നൊരു കുക്കറിലാണ് മട്ടൻ കറി തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഏതുതരം റിഫൈൻഡ് ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവ നമുക്ക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ട് നല്ലൊരു വാസന വരും. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. 4 സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില എന്നിവ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സവോള ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലക്കൂട്ടാണ്. അങ്ങനെ മസാലക്കൂട്ട് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലൊരു വാസന വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലക്കൂട്ടിൻ്റെയൊക്കെ പച്ചമണം മാറിയതിനു ശേഷം നമുക്കിതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ടൻ കഴുകി വൃത്തിയാക്കി നാരങ്ങാനീര് പുരട്ടിയാണ് വച്ചിരിക്കുന്നത്. നാരങ്ങാനീര് പുരട്ടി വെച്ചിരുന്ന മട്ടൻ ഞാൻ ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെച്ചിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മട്ടൻ കുക്കായി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. നമുക്ക് മട്ടന്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 kg മട്ടൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ മട്ടൻ വാങ്ങിച്ചിരിക്കുന്നത് കറി കട്ടാണ്. ഞാൻ 1/2 kg മട്ടൻ മീറ്റും ബോൺസും അതുപോലെ തന്നെ ഫാറ്റോടും കൂടിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. മട്ടനിൽ കുറച്ച് ഫാറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. 4 വിസിൽ മട്ടൻ വേവിക്കാം. ഓരോ മട്ടന്റെ വേവിനും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും, എന്നാലും 4 വിസിൽ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. എന്നിട്ടും വെന്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേവിക്കാവുന്നതാണ്. ഏതായാലും മട്ടൻ വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. കുക്കറിന്റെ പ്രഷർ എല്ലാം പോയി. ഞാൻ കുക്കർ ഇതേ തുറക്കുകയാണ്. മട്ടൻ കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിന് ചാറും ഉണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഒരു തക്കാളി ചെറിയ പീസസ് ആയിട്ട് മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില എന്നിവ നമുക്ക് ചേർക്കാം.
തക്കാളി ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡിയാണ്. മട്ടൻ കറി ഒരു സെർവിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ആപ്പത്തിന്റെയും ചോറിന്റെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ മട്ടൻ കറി. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കുന്ന മട്ടൻ കറി പ്രഷർ കുക്കറിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.